സലീം അല്പസമയം മുൻപാണ് യുവമോർച്ചയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ പ്രഫുൽ കൃഷ്ണൻ ഇടുന്നത്. മുകേഷിനെ പങ്കെടുപ്പിച്ചുള്ള സിനിമാ കോൺക്ലേവ് കേരളത്തിൽ നടത്തിക്കില്ല യുവമോർച്ച എന്ന പ്രസ്താവന. അത് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മുകേഷ് രാജി ആവശ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. സുരേഷ് ഗോപി കട്ടയ്ക്കും കൂടെ മുകേഷിന്റെ കൂടെ ആരോപണങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് മുകേഷിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച കാണുന്നു. ഇത് സംസ്ഥാന BJPക്ക് ഉണ്ടാക്കുന്ന തലവേദന എത്രത്തോളം വലുതാണ്. അത് മാത്രമല്ല സലീം, അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി പദവി എന്ന് പറയുന്നതിന് വലിയ വില നമ്മൾ നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ സിനിമകളെക്കാൾ വലുതല്ല അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവി എന്നൊക്കെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ കൂടി പശ്ചാത്തലത്തിൽ സലീം. ഹാഷ്മി, സുരേഷ് ഗോപി പിടിച്ചു തള്ളിയത് ഒരുപക്ഷെ സംസ്ഥാന BJP അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ഈ പ്രഫുൽ കൃഷ്ണനെയും ഒക്കെ ആയിരിക്കും. അതൊരു മാധ്യമപ്രവർത്തകനെ ആയിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കമ്മീഷണർ സിനിമയുടെ സെറ്റിൽ നിന്ന് കേന്ദ്രമന്ത്രി കസേരയിലേക്ക് ഇതുവരെ ബസ് കിട്ടിയിട്ടില്ല എന്നാണ് ഈ പ്രകടനങ്ങളൊക്കെ. ഈ വീഡിയോയിൽ 53ാമത്തെ സെക്കൻഡിൽ ഭയങ്കരമായിട്ട് ചിരി അടക്കാൻ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയല്ലെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം മൂളയുള്ളവർക്ക് മനസ്സിലാവും അത് ആരായിരിക്കും ചിരിക്കാൻ ശ്രമിച്ചത്, ആ ചിരി അടക്കാൻ പറ്റാതെ ആ വ്യഗ്രതയിൽ ആ സൗണ്ട് പുറത്തു വന്നേ എന്നുള്ള കാര്യം. അപ്പോൾ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന പിടിച്ചു തള്ളി, അതിനാണ് കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരാളുടെ വായിലോട്ട് കമ്പിട്ട് കുത്താൻ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും തിരിച്ച് ഉപദ്രവിക്കുക അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ തള്ളി അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ തള്ളിയ ഭാഗത്ത് നിന്നത് മീഡിയ വൺ റിപ്പോർട്ടറായിരുന്നു. മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് എവിടെ നിന്നില്ലാത്ത അരിശം കയറി വരും. അത് ഏതൊരു വ്യക്തിക്കും, ഈ പറയുന്ന വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷം ഇതിന് തൊട്ട് മുന്നായിട്ടുള്ള ഒരു സമയത്ത് നടന്ന ആ സ്ത്രീ മീഡിയ വണ്ണിലെ തന്നെയായിരുന്നു അദ്ദേഹത്തിനെതിരെ പറഞ്ഞിട്ടുള്ള ആ വൃത്തികെട്ട കേസ് എന്ന് പറയുന്നത്. അതിലെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഇഷ്ടം തോന്നിയതും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ആ ഇഷ്യൂസ് ഒക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വോട്ട് ഇല്ലാതാകാൻ ശ്രമിച്ചത് തന്നെ അവർക്ക് വിനയായി മാറി, അതിൽ ശ്രമിച്ച ആൾക്കാർക്ക്. ഇനി രണ്ടാമതിന് തൊട്ട് മുന്നുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മീഡിയ വണ്ണിന്റെ മറ്റൊരു റിപ്പോർട്ടർ ചെയ്തത്, അതായത് മൈക്ക് വെച്ചിട്ട് അദ്ദേഹത്തിനെ കുത്തുന്ന രീതിക്കുള്ള ആക്ഷൻ കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് പോയത്, അത് എത്ര മീഡിയ ഷെയർ ചെയ്തു എന്നുള്ള കാര്യം ഭയങ്കര കാര്യമാണ്. നിങ്ങളുടെ ഈ പറഞ്ഞ സഹപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്രവർത്തകർ തന്നെ തോന്നിവാസം ചെയ്തത്. അപ്പോൾ അത് എത്ര ഭയങ്കര കാര്യമായിട്ട് എടുത്തു എന്നുള്ള കാര്യം. ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഏതൊരു വിഷയത്തിലായാലും അഭിപ്രായം പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. നിങ്ങൾ എത്ര വട്ടം ചുമ്മാതല്ല പിണറായി വിജയൻ സാറ് ഈ പറഞ്ഞ കണക്ക് കടക്ക് പുറത്ത് എന്ന് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്തുന്നതെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കുറ്റാരോപിതനായിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ സിദ്ദിഖിനെതിരെ ആരോപണം ഉണ്ടായല്ലോ. ആ ആരോപണം ഉണ്ടായ സമയത്ത് നമ്മൾ രാവിലെ ഈ പറയുന്ന ഏഷ്യാനെറ്റിലാ മറ്റോ ആണെന്ന് തോന്നുന്നു, ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ രാജിവെക്കുകയാണെന്ന് അറിയിക്കുന്ന ഒരു സംഭവം, കോൾ സംഭവം, ആ റെക്കോർഡിങ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വാർത്ത കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ സമയത്ത് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സിദ്ദിഖിനെ നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ അവസ്ഥയെ കൃത്യമായി മാനിച്ചുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. അതായത് അതിന്റെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മാധ്യമ പ്രവർത്തനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കൊടുക്കേണ്ട സ്ഥാനം, റെസ്പെക്ട് കൃത്യമായിട്ട് കൊടുക്കാൻ അറിയായിരുന്നു. ഇനി അടുത്തത് ഗണേഷ് കുമാറിന്റെ ഒരു ഈ പറയുന്ന ചാനലിൽ നടന്നിട്ടുള്ളൊരു ഈ പറയുന്ന അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെതിരെ അദ്ദേഹം പറഞ്ഞൊരു വല്ലാത്ത രീതിക്ക് ഭയങ്കര വികാരഭരിതനായിട്ട് പറഞ്ഞൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും. അതായത് ഇത്രയും വർഷമായിട്ട് നിങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു സംഭവം. അതിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ട മാന്യത കൊടുത്തുകൊണ്ട് തന്നെ പെരുമാറുന്നത് കാണാം. ഇതുപോലെ തന്നെ മമ്മൂട്ടിയുടെ അടുത്തോ മോഹൻലാലിൻ്റെ അടുത്തോ ഇതുപോലെ വൃത്തികെട്ട രീതിക്ക് പെരുമാറാനായിട്ട് നിങ്ങൾക്ക് ധൈര്യം കാണും, ഊർജ്ജം കാണും. ഈ പറഞ്ഞ പൃഥ്വിരാജിനോട് ആവശ്യമില്ലാത്ത രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, കൃത്യമായിട്ട് ഏത് മൂലയുള്ള രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചുമ്മാതിട്ട് ചൊറിയാൻ വരുന്നതിൽ അപ്പുറത്തേക്ക് ഏതൊരു വ്യക്തിക്കും സത്യസന്ധമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മറ്റാരെയും കാണുന്നത് പോലെയല്ല. ഇപ്പം സിനിമാ മേഖലയിലുള്ള വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ മേഖലയിലും ഇപ്പോൾ ഉണ്ട്, മന്ത്രി കൂടിയാണ്. ഈ രണ്ട് തരത്തിൽ നിൽക്കുന്ന ബാക്കി ആരോടും കാണിക്കാത്ത ഉപദ്രവമാണ് മീഡിയക്കാർ കൃത്യമായിട്ട് സുരേഷ് ഗോപിയോട് ചെയ്യുന്നത്. അത് അദ്ദേഹം കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് ഈ പറയുന്ന പ്രതികരിക്കും, അല്ലെങ്കിൽ പ്രതികരണ ശേഷി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഈ സമയോചിതമായിട്ടെന്നല്ല, അദ്ദേഹം അറിയാതെ അങ്ങ് ചെയ്തു പോകും. അതായത് എന്ത് രീതിക്ക് അദ്ദേഹത്തിന് അതിന് ഇതുവരെ പക്വത വന്നിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം എൻ്റെ വീഡിയോ, ഞാൻ ഈ വെള്ളപൂശു എന്ന് പറയുന്നവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സുരേഷ് ഗോപിക്ക് അനുകൂലിച്ചുകൊണ്ടല്ല, പ്രതികൂലിച്ച് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ മീഡിയ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും നാൾ ഈ പറയുന്ന ഹാഷ്മി അടക്കം, അരുൺകുമാർ അടക്കം, ഈ പറയുന്ന എത്രയോ സുജയ അടക്കം, ബാക്കി ഒരുപാട് മാധു, ഇങ്ങനെ കുറേ ആൾക്കാർ, ഏതൊരു ചാനലിലെ ഏറ്റവും പ്രമുഖ റിപ്പോർട്ടേഴ്സ് ആയാലും
ഈ പറഞ്ഞ ശിരൂർ വിഷയത്തിൽ നമ്മൾ കണ്ടാണ് 24 മണിക്കൂർ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു നിങ്ങൾ ഈ പറയുന്ന ആ പെൺകുട്ടിയുടെ മുന്നിൽ പോകുന്നു, ആ പെൺകുട്ടിയുടെ അമ്മയുമായിട്ട് ചർച്ച ചെയ്യുന്നു, ഭയങ്കരമായിട്ട് നിങ്ങളിപ്പം കണ്ടെത്തിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ ആ വാർത്തയ്ക്ക് റേറ്റിംഗ് കൊടുക്കാത്ത, ഇപ്പം എന്തുകൊണ്ട് ആ വാർത്തയ്ക്ക് പിന്നാലെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം പോവാത്തത്? അത്രയധികം സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം, നെഞ്ചിൽ കൈവച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നത് അരിയാഹാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ജോലിയുടെ ഭാഗമായിട്ട് മാത്രമാണ് മാധ്യമ പ്രവർത്തനത്തെ കാണുന്നത്. അല്ലാതെ ഇത് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിക്കാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിന് കൂറ് പുലർത്തുന്നുണ്ടെങ്കിൽ, സത്യസന്ധത കാണിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ആ വാർത്തകൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതിലപ്പുറത്തേക്ക് ചുമ്മാതെ ഈ പറഞ്ഞ ചാനലിൻ്റെ ചീപ്പ് റേറ്റിങ്ങിന് വേണ്ടി മാത്രം ഓരോ വാർത്തയെയും ഓരോ മനുഷ്യരെയും വേട്ടയാടുകയാണ് നിങ്ങൾ ചെയ്തത്. ശിരൂരിൽ ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരു ഉളുപ്പുമില്ലാതെ കൃത്യമായിട്ട് ആ പെൺകുട്ടി തൻ്റെ ഭർത്താവിനെ കാണാതെ ഈ പറയുന്ന ഒരവസ്ഥയും എന്താന്ന് പോലും അറിയാതിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂ നടത്തി, ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂ നടത്തി അത് ഭയങ്കര വൈറലാക്കി അതിനകത്ത് അവരെ ഒരുപാട് കുരുക്കിലാക്കിയ വ്യക്തികളാണ് നിങ്ങളെന്ന് പറയുന്നത്. അവർക്ക് എത്രയോ സൈബർ അറ്റാക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. നിങ്ങൾ എത്ര വാർത്തകളാണ് വളച്ചൊടിച്ചുകൊണ്ട് ഈ പറയുന്ന ഓരോ ടൈമിലും നിങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടി മാത്രം എയർ ചെയ്തത്? അർജുൻ്റെ വണ്ടി തലകുത്തി കിടക്കുന്നു, അങ്ങനെ കിടക്കുന്നു, തടി കിട്ടി, കയറ് കിട്ടി, അർജുനെ കിട്ടി, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്? നിങ്ങളിപ്പോൾ എന്താ അതിന് പിന്നാലെ പോകുന്നത്? അടുത്തത് വയനാട് ഇഷ്യൂ എവിടെ പോയി? എവിടെ മുക്കി നിങ്ങൾ? മുല്ലപ്പെരിയാർ ഇഷ്യൂ എവിടെ പോയി? നിങ്ങൾക്ക് അപ്പം കിട്ടുന്ന വിഷയങ്ങൾ എന്താണോ, ഈ പറയുന്ന അപ്പം കിട്ടുന്ന അപ്പകഷ്ണം ഏതാണോ അതെടുത്ത് തിന്നാന്നുള്ള അപ്പുറത്തേക്ക് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കൃത്യമായിട്ട് സത്യസന്ധത പുലർത്തുന്ന ചിലപ്പോൾ 1-2 പേര് കാണുമായിരിക്കും, അതിലപ്പുറത്തേക്ക് ഒരാളും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനത്തെ ഇതുപോലെ നശിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, സ്വാഭാവികമായിട്ടും പറ്റില്ല. മനസാക്ഷി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിൽ തന്നെ നിൽക്കുള്ളൂ, ഈ ഒരു കാര്യത്തിൽ നിൽക്കുള്ളൂ. നിങ്ങൾ മനസാക്ഷിയോടെ നിങ്ങൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തെ 100% അംഗീകരിച്ചുകൊണ്ട് അതിന് ഈ പറയുന്ന സത്യസന്ധത നൽകിക്കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നിങ്ങൾ സത്യസന്ധത പുലർത്തൂ, എന്നിട്ട് ബാക്കിയുള്ളവരെ വിമർശിക്കാൻ വേണ്ടി നിൽക്കൂ. അദ്ദേഹം ഈ പറയുന്ന സിനിമാ പക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇത്രയും വർഷം സിനിമാ രംഗത്ത് നിന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരോട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം മോഹൻലാലും മമ്മൂട്ടിയും പ്രതികരിച്ചോ, സൂപ്പർ സ്റ്റാറുകളായിട്ട് കണക്കാക്കുന്ന ഇല്ലല്ലോ, അവരും ഒന്നും വേണ്ടിയില്ലല്ലോ, അവർക്കും ആരും തള്ളി പറയാൻ പറ്റില്ല. അതേപോലെ സുരേഷ് ഗോപിക്കും ആരെയും അദ്ദേഹത്തിന് ഈ പറയുന്ന വ്യക്തിബന്ധങ്ങളുണ്ടായിരിക്കും, അദ്ദേഹത്തിനും തള്ളി പറയാൻ പറ്റുന്നില്ല. അത് സ്റ്റാൻഡ് എടുക്കണോ വേണ്ടേ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. രാവിലെ ഒരു വട്ടം നിങ്ങൾ ഈ പറയുന്ന സംസാരിച്ച സമയത്ത് തന്നെ അദ്ദേഹം തന്നു, നിങ്ങൾ ഈ പറയുന്ന ആൾക്ക് വിറ്റ് തിന്നുവാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീറ്റിക്കുവാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ തമ്മിലടുപ്പിക്കുകയാണ് ചെയ്യുന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു ആദ്യം ഇട്ട വീഡിയോയ്ക്കകത്തും കൃത്യമായിട്ട് സുരേന്ദ്രനെയും സുരേഷ് ഗോപിയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അതിനകത്ത് സുരേന്ദ്രൻ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന ഈ പറയുന്ന BJP അധ്യക്ഷനായിട്ടുള്ളത് അദ്ദേഹമാണ്. അപ്പം ഇതിൻ്റെ നിലപാടുകൾ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് പാർട്ടി നിയോഗിച്ചിരിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പാർട്ടി ഈ പറയുന്ന പത്രസമ്മേളനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇദ്ദേഹം വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്ത് വീണ്ടും പിന്തുടരുകയാണ്. രാവിലെ തന്നെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് പിന്നെ ഇദ്ദേഹത്തിനെ വീണ്ടും വേട്ടയാടുന്ന എന്തിനാണ്? അല്ലെങ്കിൽ പിറകെ ചെല്ലുന്നതിൻ്റെ കാര്യം എന്താണ്? താല്പര്യമില്ലാത്തൊരു വ്യക്തിയെ വീണ്ടും പിറകെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിനനുസരിച്ച് പ്രതികരിക്കും. അവരുടെ കൺട്രോൾ ചിലപ്പോൾ നിൽക്കില്ല. അത് തന്നെയാണ് ഇവിടെ നടന്നതെന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട മാധ്യമ പ്രവർത്തനം ചുമ്മാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പേര് കേട്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് റേറ്റിംഗ് ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെടുക്കുക, ഒരു വല്ലാത്തൊരു വിഷയം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ രീതി തന്നെയാണ്. ഇനി മറ്റൊരു ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മലയാള സിനിമയിലെ ധർമ്മജൻ, കോമഡി ആർട്ടിസ്റ്റ് കൂടിയായിട്ടുള്ള ധർമ്മജൻ വന്നിരുന്നത് കള്ള് കുടിച്ചിട്ട് തന്നെയാണ്, അതായത് ഫോൺ കോള് ആ പെൺകുട്ടിയായിട്ട് അവതാരികയായിട്ട് സംസാരിച്ചുകൊണ്ട് മാന്യതകേടായിട്ട് സംസാരിച്ചത്. നിങ്ങൾ എത്ര പേര് ഇതിനെതിരെ പ്രതികരിച്ചു? എത്ര പേര് കേസെടുത്തു? എത്ര പേര് കാര്യങ്ങൾ പ്രതികരിച്ചു? ഇങ്ങനെ എത്രയോ കേസുകൾ നിരവധിയായിട്ട് ഉണ്ടാവുന്ന സമയത്ത് സുരേഷ് ഗോപിയെ തുമ്പിയോ, സുരേഷ് ഗോപി ഈ പറയുന്ന അച്ചുവിട്ടോ, സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന പനി വന്നോ, എന്ത് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മണ്ടേ കയറാൻ വേണ്ടി മാത്രം നടക്കുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തനം കളഞ്ഞുകൊണ്ട് നേരായ രീതിക്ക് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കൂ. ഇനിയെങ്കിലും വയനാടിലുള്ള ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കൂ. ചുമ്മാതെ ഈ പറയുന്ന ഇക്കിളി കൂട്ടുന്ന കഥകൾ, മലയാള സിനിമയിലെ കഥകൾ കേൾക്കുമ്പോഴത്തേക്ക് അത് ഈ പറയുന്ന മലയാളികൾക്ക് ഈ പറയുന്ന കൈയിട്ട് വരാനോ അല്ലെങ്കിൽ അതിലേക്ക് എത്തി നോക്കാനുള്ള മലയാളിയുടെ ഈ പറയുന്ന സ്വതസിദ്ധമായിട്ടൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിന് മുതലെടുക്കുക തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന റേറ്റിംഗ് ചെയ്തുകൊണ്ട് ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത്രയും നാട് ഈ വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് റേറ്റിംഗ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ 24 മണിക്കൂർ വാർത്തകളായിരുന്നല്ലോ, അവരുടെ കണ്ണീരൊപ്പണം, അവർക്ക് അത് ചെയ്യണം. ഇപ്പം എന്ത് വാർത്തകളില്ലാത്തത്? എന്തുകൊണ്ടാണ്? എത്രയോ
ക്യാമ്പുകൾ ഈ പറയുന്ന അവർ പുനരധിവസിച്ചിരുന്ന അല്ലെങ്കിൽ അധിവസിപ്പിച്ചിട്ടുണ്ടിരുന്ന ഈ പറയുന്ന സ്കൂളുകളിലും മറ്റ് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ ഇവർക്ക് മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ പലരും കണ്ണീരോടെ നിൽക്കുന്ന പല വാർത്തകളും പുറത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ചാനലുകളൊന്നും അത് കാണുന്നില്ല. അപ്പം അവരുടെ പുനരധിവാസം, ഇതിൻ്റെ ഫണ്ട് എത്രത്തോളം കിട്ടി, ഇത് എന്തിനു വേണ്ടി ചിലവാക്കുന്നു, ഇങ്ങനെ ഒരു വാർത്തയും കിട്ടുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം നമുക്കറിയാവുന്ന കാര്യമാണ്. പല രാജ്യങ്ങളിലും ഈ പറയുന്ന ഇതേപോലെയുള്ള തന്നെ ഗ്രാവിറ്റി ഡാമുകൾ പൊട്ടിയിട്ടുണ്ട്. അതും 50 വർഷം മാത്രമായുള്ള ഡാമുകൾ പൊട്ടിയിട്ടുണ്ട്. ഇത് 128 വർഷമാണ്. അതിന് അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇനി ശിരൂരിലെ അർജുൻ, ആ വീട്ടുകാർ സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഒരു കൂടപ്പുറപ്പിനാണ് ഈ ഒരു അവസ്ഥ ഉണ്ടെന്നെങ്കിൽ എന്താ പറ്റിയത്? അറ്റ്ലീസ്റ്റ് അവൻ ജീവനോടുണ്ടോ ഇല്ലയോ എന്നെങ്കിലും കണ്ടെത്തണ്ടോ? ഒരു തുമ്പുമാല്, വലിയൊരു വണ്ടിയാണ്, ആ വണ്ടിയുടെ ഒരു തുമ്പും കഷ്ണം പോലും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് വലിയൊരു പരാജയം തന്നെയാണ്. അതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എത്രയോ ഇഷ്യൂസ് ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന പൊന്തി വരുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം മുക്കിക്കൊണ്ട് ഈ ഒരു ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ മാത്രം, അവളെ തോണ്ടി, അവളെ കഥവി മുട്ടി, അവളെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇത് മാത്രം വാർത്ത കൊടുക്കണം. ഇത് പ്രാധാന്യമുള്ള വാർത്തകൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും. പക്ഷെ ഈ വാർത്തകളെക്കാൾ മുകളിൽ നിൽക്കുന്നതാണ് കുടുംബവും, ഈ പറയുന്ന കൂട്ടുബന്ധങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന വീടും, ഈ പറയുന്ന ഇനിയുള്ള പഠിക്കാനുള്ള അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ക്യാമ്പുകളിലും അവിടെ എവിടെ പോകണമെന്ന് പോലും കഴിയാതെ കരഞ്ഞു വിളിച്ച് നടക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇനി എന്ന് പോലും അറിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ ഭയങ്കര ഭാരം തോരാതെ കുറച്ച് ആ ഒരാഴ്ച സമയങ്ങളിൽ സംസാരിച്ച ആ സംസാരമൊക്കെ ഇപ്പം എവിടെ പോയി എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം, നിങ്ങളുടെ സത്യസന്ധത ശരിയാണോ എന്ന് നിങ്ങൾ ആദ്യം നോക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ഏത് സമയത്ത് എന്ത് പെരുമാറണം അല്ലെങ്കിൽ എന്ത് പറയണം എന്നുള്ളത് പക്വത ഇതുവരെ കൈവരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പറയുന്ന പിടിച്ച് തള്ളുക എന്നൊക്കെ പറയുന്നത് മാന്യമായിട്ടുള്ള രീതിക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ചെയ്തത് തെറ്റെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനോട് യോജിക്കാൻ ഞാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഈ പറയുന്ന ആൾക്ക് ഒരാളെ വേട്ടയാടാൻ മനഃപൂർവ്വം ചെയ്യുന്നത് കാണുമ്പോൾ കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.